ലഭിച്ചത് വൻ മൗത്ത് പബ്ലിസിറ്റി. ബോക്സ് ഓഫീസിൽ എത്ര എക്കോ? 6 ദിവസത്തിൽ നേടിയത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം മൗത്ത് പബ്ലിസിറ്റി നേടുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് എക്കോ. താരസാന്നിധ്യത്തിനേക്കാൾ മലയാളി സിനിമാ പ്രേമികൾ നിലവിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഉള്ളടക്കത്തിനും അവതരണത്തിനുമാണെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിത്രം. വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ എത്തിയ ചിത്രത്തിന് പക്ഷേ ഒരു ഹൈപ്പ് അപ്പോഴേ ഉണ്ടായിരുന്നു. വൻ അഭിപ്രായവും ബോക്സ് ഓഫീസ് വിജയവും നേടിയ കിഷ്കിന്ധ കാണ്ഡം എന്ന ചിത്രത്തിന്റെ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്നതായിരുന്നു അത്. ഇപ്പോഴിതാ എക്കോയുടെ ഏറ്റവും പുതിയ കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. 21 വെള്ളിയാഴ്ച ആയിരുന്നു ചിത്രത്തിന്റെ റിലീസ്. പ്രമുഖ ട്രാക്കർമാരായ സാൻനിൽക്കിന്റെ കണക്ക് പ്രകാരം 6 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയ നെറ്റ് കളക്ഷൻ 10.4 കോടിയാണ്. റിലീസിന് ശേഷമുള്ള ഞായറാഴ്ചയാണ് ഏറ്റവും വലിയ കളക്ഷൻ ചിത്രം നേടിയത്. 3.05 കോടിയായിരുന്നു ഇത്. അതേസമയം ഇന്ത്യയിലെ ഗ്രോസ് 10.7 കോടിയാണ് സാൻനിൽക്കിന്റെ കണക്ക് പ്രകാരം. ചിത്രം വിദേശത്ത് നിന്ന് നേടിയിരിക്കുന്നത് 5.8 കോടിയാണ്. അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ 16.5 കോടി വർക്കിംഗ് ഡേയ്സിലും മികച്ച ഒക്യുപ്പൻസി ലഭിക്കുന്ന ചിത്രം രണ്ടാം വാരാന്ത്യത്തിലും വലിയ നേട്ടം ഉണ്ടാക്കുമെന്നതാണ് ഉറപ്പ്. രാഹുൽ രമേശിന്റെ രചന തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനുഭവം പകരുന്ന ഒന്നാണ്. കിഷ്കിന്ധ കാണ്ഡത്തിനും ജിയോ ഹോട്ട്സ്റ്റാറിന്റെ വെബ് സീരീസ് ആയ കേരള ക്രൈം ഫയൽസ് 2ാം സീസണിനും ശേഷം രാഹുൽ രമേശിന്റെ അനിമൽ ട്രിലോളജിയിലെ 3ാമത്തെ ഭാഗവുമാണ് എക്കോ ഒരുക്കിയിരിക്കുന്നത്. യുവനായക നിരയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന സന്ദീപ് പ്രദീപും വലിയ നേട്ടമാണ് ഈ ചിത്രം. വിനീത്, നരേൻ, ബിനു പപ്പു, സൗരവ്, സച്ദേവ, വിയാന ഭൂമി തുടങ്ങിയ ശ്രദ്ധേയ കാസ്റ്റിംഗ് ആണ് ചിത്രത്തിലേത്. രാഹുൽ രമേശ് തന്നെയാണ് ചിത്രത്തിലെ ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നത്. കിഷ്കിന്ധ കാണ്ഡത്തിന് സംഗീതം പകർന്ന മുജീബ് മജീദ് തന്നെയാണ് എക്കോയുടെയും സംഗീത സംവിധായകൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.